അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 16 നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് വിദേശത്തുള്ളവർക്ക് അവിടെ റാഹത്തും സന്തോഷവും സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എൻ്റെ സമുദായത്തിൽപ്പെട്ട 10 വിഭാഗം ആളുകളോട് അന്ത്യനാളിൽ അല്ലാഹു തആല ശക്തമായി കൊണ്ട് ദേഷ്യപ്പെടുകയും കോപിക്കുകയും മാത്രമല്ല അവരെ നരകത്തിലെറിയാൻ വേണ്ടിക്കൊണ്ട് മലായികത്തിനോട് കൽപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരുടെ മുഖത്തിൽ നിന്ന് മാംസങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് എല്ലിൻ്റെ രൂപത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അവരെന്നുള്ള ചോദ്യത്തിന് മുത്തുനബി തങ്ങൾ വിശദീകരിക്കാം. ഒന്ന് വയോധികനായ വ്യഭിചാരിയാണ്. മറ്റൊന്ന് രണ്ടാമതേ കൊണ്ട് വിശദീകരിക്കുന്നത് വഴിതെറ്റിയ ഇമാം. അതുപോലെ തന്നെ മദ്യം ലഹരിയൊക്കെ ശീലമാക്കുന്ന ആളാണ്. മാതാപിതാക്കൾ ഉറപ്പിക്കുന്ന ആൾ. അതുപോലെ തന്നെ നിമീമത്തുമായി കൊണ്ട് നടക്കുന്ന ആൾ. അതുപോലെ കള്ളസാക്ഷ്യം നിൽക്കുന്നവന്, സക്കാത്ത് തടയുന്നവൻ, കൃത്യമായി കൊണ്ട് സക്കാത്തൊന്നും കൊടുക്കാത്ത ആൾ. അതുപോലെ തന്നെ പലിശ ഭക്ഷിക്കുന്നവന്, അക്രമിയായ ആളുകൾ, നിസ്കാരം ഉപേക്ഷിച്ചവന്, ഇത്രയും ആളുകളോട് നാളെ അന്ത്യനാൾ അല്ലാഹു തആല ശക്തമായി കൊണ്ട് കോപിക്കുകയും തൻ്റെ മുഖത്ത് മാംസങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിക്കൊണ്ട് അള്ളാഹുവിന് കൽപ്പന ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും നമ്മൾ പെടാതെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.